ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നമ്മളുടെ ജനലിൻ്റെ ഭാഗങ്ങളുടെ താഴെയായി ചെറിയ രീതിയിലുള്ള പൊട്ടലുണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടലുണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്നുള്ള ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിൻ്റെ വെയിറ്റ് ബാലൻസിങ് ക്ലിയർ ആകാതെ വരികയും നമ്മുടെ ജനലിൻ്റെ സൈഡിലുള്ള ഭാഗത്തോടെയോ അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗത്തൊക്കെയോ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ വെയിറ്റേജ് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കത് വെയിറ്റ് പിടിക്കാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന ജനലിനോ ഭാഗത്തിനോ ഒന്നും ഉണ്ടാകാതെ വരും. ആ കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന ഭാഗം താന്നു പോവുകയോ അല്ലെങ്കിൽ അവിടെ വിട്ടു മാറുകയോ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ ഭാഗങ്ങളിൽ ഈ പൊട്ടലുകൾ ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ കൂടുതലും കണ്ടുവരുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പുതിയ വർക്കാണ്, നേരത്തെയൊക്കെ ചെയ്തു വന്നിട്ടുണ്ട്, എന്നാൽ തന്നെ എല്ലാവരും ചെയ്തു വന്നിരുന്നത് ജനലിൻ്റെ താഴെ ഭാഗം മാത്രമായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബെൽറ്റ് കൊടുക്കും. അഥവാ ഒരു ജനൽ കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു 2 അടി കൂടുതൽ കോൺക്രീറ്റ് കൂടെ വെച്ച് ഒരു ബെൽറ്റ് പോലെ ചെയ്തു വയ്ക്കും. എന്നാൽ അവിടെ മാത്രമല്ല, വീടിൻ്റെ പല ഭാഗങ്ങളിലും സാധാരണഗതിയിൽ പൊട്ടൽ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നൊരു രീതിയാണ് ടോട്ടലായിട്ട് ജനലിൻ്റെ താഴത്തെ ഭാഗത്ത് കണ്ടിട്ട് മുഴുവനായി വീടിനൊരു കോൺക്രീറ്റിൻ്റെ ബെൽറ്റ് കൊടുക്കുക. ഒരു 7 സെൻറ്റിമീറ്റർ മുതൽ 10 സെൻറ്റിമീറ്റർ കനത്തിൽ വരെ ഉള്ളൊരു ബെൽറ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ ഈ പൊട്ടി വിണ്ടു പോകുന്ന ഭാഗം അല്ലെങ്കിൽ അവിടെ വരുന്ന വെയിറ്റേജ് കുറച്ചുകൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 കമ്പിയും അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് കുറച്ച് കമ്പികളുടെ ബിറ്റും ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറിയ കോൺക്രീറ്റ് കൂടി ചെയ്ത് വെക്കുന്നു. ഇങ്ങനെയാണ് ഈ പറയുന്ന പുതിയതെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നാളായിട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ്. പക്ഷേ എന്നാലും ഇങ്ങനൊരു സിസ്റ്റം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ പൊട്ടലുകളും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ബെൽറ്റ് വാർക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 വശത്തും കൃത്യമായി അതിന് ഷട്ടറിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 7 സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മൾ ഷട്ടറിങ് ഒക്കെ ചെയ്ത് ഇതുപോലെ 2 കമ്പി ഉപയോഗിച്ച് അതിന് ക്രോസും കൂടി ചെയ്ത് അല്ലെങ്കിൽ സി വേണമെങ്കിൽ ബെൻഡ് ചെയ്ത് അങ്ങനെയും നമുക്ക് ചെയ്യാം. കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ഈ പൊട്ടലുണ്ടാകുന്നതൊക്കെ കുറയ്ക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഇതുകൂടാതെ വരുന്നൊരു പ്രധാന കാര്യമാണ് നമ്മുടെ ഈ ബെൽറ്റ് നമുക്ക് ചില കണ്ടീഷനുകളിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. ചില കുഴപ്പങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രഞ്ച് വിൻഡോ എന്ന് പറയുന്നതിന് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗം കുറച്ച് താന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? അവിടെ നമ്മൾ താഴെ ഈ പറയുന്ന ഫ്രഞ്ച് വിൻഡോയുടെ താഴെ ഭാഗത്ത് വിൻഡോ ഇരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കവർ ചെയ്ത് 1 മീറ്റർ കൂടെ കവർ ചെയ്ത് ഒരു ബെൽറ്റും കൂടി വാർക്കും. അങ്ങനെ വാർത്തിട്ടായിരിക്കും നമ്മൾ അവിടെയും ചെയ്യുക. അപ്പോൾ ടോട്ടലായിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഏരിയയിൽ ഇതുപോലൊരു ചെറിയ കോൺക്രീറ്റ് കൂടെ കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ പൊട്ടി വിണ്ടു പോകുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിനെ നമ്മളൊരു സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യിക്കുന്നത്, ഇങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടലായിട്ടുള്ള ബിൽഡിംഗ് സ്ട്രക്ചറിൽ 2 ബെൽറ്റ് വരുന്നത് കൊണ്ട് തന്നെ കുറേ കൂടെ സ്ട്രെങ്ത് കൂടുതൽ നമ്മുടെ സ്ട്രക്ചറിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കോസ്റ്റ് ബേസ് വരുമ്പോൾ ഒരു ചെറിയ കോസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കോസ്റ്റിനേക്കാളും കൂടുതൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ആ ഒരു ചെറിയ വാർക്കലെന്ന് പറയുന്നത് വാസ്തവത്തിൽ അത്ര വലിയൊരു കോസ്റ്റായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. നമ്മൾ ഏത് തരത്തിലുള്ള കട്ടയാണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണഗതിയിലുള്ള വയർ കട്ട് ബ്രിക്ക് ആണെങ്കിലും നമ്മുടെ ചെങ്കല്ലാണെങ്കിലും സോളിഡ് ബ്രിക്ക് ആണെങ്കിലും ഇനി ഏത് തരത്തിലുള്ള ബ്രിക്ക് ആണെങ്കിലും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ക്രാക്കുകൾ പൂർണ്ണമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ക്രാക്കുകളും വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.